ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ പാലസ്തീൻ തീവ്ര നേതാവ് കൂടി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അബു ഹംസ എന്ന നാജി സെയ്ഫാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ സായുധ വിഭാഗമായ അൽഖുസ് ബ്രിഗേഡിന്റെ സൈനിക വക്താവ് കൂടിയായിരുന്നു അദ്ദേഹം. തിങ്കളാഴ്ച രാത്രി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് അദ്ദേഹവും കുടുംബം കൊല്ലപ്പെട്ടത്. മരണവിവരം PIJയും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. മധ്യ ഗാസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ വെച്ചായിരുന്നു 25-കാരനായ ഹംസ കൊല്ലപ്പെട്ടത്. മാത്രമല്ല, ഇയാളുടെ കൂടെ ഭാര്യയായ ഷൈമ മഹ്മൂദ് വാഷയും ഉണ്ടായിരുന്നു. മരണത്തിന് ഒരാഴ്ച മുമ്പാണ് ഇരുവരുടെയും വിവാഹം നടന്നിരുന്നത്. അബു ഹംസയുടെ മാതാപിതാക്കളും സഹോദരന്റെ കുടുംബവും ആക്രമണത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. ബസ് ഡ്രൈവർ ആയിരുന്ന ഹംസ പാലസ്തീൻ ഇസ്ലാമിക ജിഹാദിന്റെ മുൻനിരയിലേക്ക് പ്രധാനമായിട്ടും എത്തിയത് വളരെ വേഗത്തിലായിരുന്നു. മാത്രമല്ല, ജിഹാദി പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിരുന്നു അബു ഹംസ. വെസ്റ്റ് ബാങ്ക്, ഗാസ, ഇന്നത്തെ ഇസ്രയേലിന്റെ മറ്റു പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഉൾപ്പെടുത്തി പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ 1981 ഈജിപ്തിലെ പാലസ്തീൻ വിദ്യാർത്ഥികൾ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് പാലസ്തീൻ ഇസ്ലാമിക ജിഹാദ് എന്നത്. അത്യാധിക ബഹുമാനത്തോടെയും അതിലേറെ അഭിമാനത്തോടെയും പാലസ്തീനിലെ ഇസ്ലാമിക് ജിഹാദ് പ്രസ്ഥാനം നമ്മുടെ മഹത്തായ പാലസ്തീൻ ജനതയോടും അറബ് ഇസ്ലാമിക് രാഷ്ട്രങ്ങളോടും നേതാവ് നാജി അബു സെയ്ഫ് അബു ഹംസയുടെ രക്തസാക്ഷിത്വം പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തെയും സഹോദരന്റെ കുടുംബത്തെയും ലക്ഷ്യം വെച്ചുള്ള വഞ്ചനാപരമായ ആക്രമണത്തിൽ ക്രിമിനൽ സൈന്യം അദ്ദേഹത്തെ ഇപ്പോൾ വധിച്ചു. PIJ ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: നാസി സയനിസ്റ്റ് സ്ഥാപനം നടത്തിയ വഞ്ചനാപരവും വെറുപ്പുളവാക്കുന്നതുമായ ഈ കൊലപാതകം അവരുടെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടുന്നത് വരെ നമ്മുടെ ജനങ്ങളെയും അവകാശങ്ങളെയും സംരക്ഷിക്കുന്നത് തുടരാനുള്ള നമ്മുടെ ദൃഢനിശ്ചയത്തെ ശക്തിപ്പെടുത്തുന്നു. PIJ വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ്: ഇസ്രായേൽ നടത്തിയ വെടിനിർത്തലിൽ യഥാർത്ഥത്തിൽ ഗാസ നരകമായി മാറിയിരിക്കുകയാണിപ്പോൾ. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായിട്ടാണ് തങ്ങളുടെ കൈവശമുള്ള മുഴുവൻ ബന്ദികളെ കൊല്ലുമെന്ന ഭീഷണി ഹമാസ് ഭീകരരും ഉയർത്തിയിരുന്നത്. ജനുവരി 19 ആരംഭിച്ച 42 ദിവസത്തെ വെടിനിർത്തൽ അവസാനിച്ചതിനു ശേഷം തിങ്കളാഴ്ച രാത്രിയും ചൊവ്വാഴ്ചയുമായി ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. മാത്രമല്ല, നിരവധി പേർക്ക് പരിക്കുകളും ഏറ്റു. മരിച്ചവരിലേറെയും കുട്ടികളാണെന്നാണ് പാലസ്തീൻ ആരോഗ്യ വിഭാഗം വ്യക്തമാക്കുന്നത്. ഗാസയുടെ വടക്കും തെക്കുമുള്ള വീടുകളും കൂടാരങ്ങളും ഉൾപ്പെടെയുള്ളവയെ ലക്ഷ്യമിട്ടായിരുന്നു കൂടുതലും വ്യോമാക്രമണങ്ങൾ നടന്നിരുന്നത്. അതിർത്തിയിൽ തമ്പടിച്ച ടാങ്കുകളിൽ നിന്ന് വലിയ രീതിയിൽ ഷെല്ലാക്രമണങ്ങളും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണങ്ങൾ തുടക്കം മാത്രമാണെന്നും എല്ലാം വെടിനിർത്തൽ ചർച്ചകൾക്കും ഇതിനിടയിൽ നടക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. ഹമാസിനെ നശിപ്പിക്കുക, തീവ്രവാദികൾ തടവിലാക്കിയ എല്ലാ ബന്ദികളെ മോചിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് വരെ ഇസ്രായേൽ ആക്രമണവുമായി മുന്നോട്ട് പോകുമെന്നും ഇസ്രായേൽ ദേശീയ ടെലിവിഷൻ സംപ്രേഷണം ചെയ്ത പ്രസ്താവനയിൽ നെതന്യാഹു ശക്തമായി തന്നെ പറയുകയുണ്ടായി. ബന്ദികളെ മോചിപ്പിക്കുന്നതിന് സൈനിക സമ്മർദ്ദം അനിവാര്യമാണെന്ന് മുൻകാല സംഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജനുവരി 19 വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരുന്നത്. പിന്നീട് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന ഏറ്റവും ശക്തമായ ആക്രമണമായിരുന്നു ചൊവ്വാഴ്ച പുലർച്ചെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയിരുന്നത്. 3 ഘട്ടമായി നടപ്പിലാക്കാൻ ധാരണയായ വെടിനിർത്തലിന്റെ ലംഘനം കൂടിയാണ് ഇസ്രായേൽ ഗാസയിൽ ഇപ്പോൾ നടത്തിയ ആക്രമണമെന്നും ഹമാസ് ഉന്നയിക്കുകയുണ്ടായി. ഗാസയിൽ ശാശ്വത സമാധാനം കൊണ്ടുവരാനുള്ള മധ്യസ്ഥരുടെ ശ്രമങ്ങളെ യഥാർത്ഥത്തിൽ തകിടം മറിക്കുകയാണ് ഇസ്രായേൽ എന്ന് ശക്തമായി തന്നെ ആരോപണം ഉയരുന്നുണ്ട്. അമേരിക്കയുമായി പൂർണ്ണമായി സഹകരിച്ചുകൊണ്ടാണ് ആക്രമണമെന്നാണ് ഇസ്രായേൽ സർക്കാരിന്റെ വക്താവായ ഡേവിഡ് മെർസർ പറയുന്നത്. ഇസ്രായേലിന് നൽകുന്ന പിന്തുണയ്ക്ക് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറയുന്നതായും അദ്ദേഹം അറിയിച്ചു. ഇസ്രായേൽ ബോംബാക്രമണത്തിൽ പരിക്കേറ്റവരെ ചികിത്സിക്കാൻ മതിയായ യാതൊരു സംവിധാനവും ഇല്ലെന്നാണ് ഡോക്ടർമാരെല്ലാം പറയുന്നത്. പരിക്കേറ്റവരിൽ ഭൂരിഭാഗം കുട്ടികളാണെന്ന് പറഞ്ഞ ഡോക്ടർമാർ അവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണെന്നും വെളിപ്പെടുത്തുകയുണ്ടായി. ഇസ്രായേലിന്റെ കരസേനയും ഗാസയിലെ സൈനിക നടപടികൾക്കായി എത്തുമെന്നാണ് നിലവിലെ സൂചന. സൈന്യത്തിന്റെ എല്ലാ വിഭാഗങ്ങളോടും പൂർണ്ണ സജ്ജരായിരിക്കാൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 2023 ഒക്ടോബർ 7 ഹമാസ് തട്ടിക്കൊണ്ടുപോയി ബന്ദികളാക്കിയവരിൽ ഇനി 59 പേർ മാത്രമാണ് ജീവിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളിലെല്ലാം പറയുന്നത്. പക്ഷേ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണെന്നും ഇക്കാര്യത്തിൽ മധ്യസ്ഥത വഹിച്ച രാജ്യങ്ങൾ ഇടപെടണമെന്നുള്ള ആവശ്യം കാര്യമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേലിനെ കൂട്ടക്കുരുതിക്ക് പച്ചക്കൊടി കാട്ടിയത് അമേരിക്കയാണെന്നും ഇത്രയും പേർ കൊല്ലപ്പെട്ടതിന് അമേരിക്കയും ഉത്തരവാദിയാണെന്നുള്ള ശക്തമായ കുറ്റപ്പെടുത്തലാണ് ഹമാസ് മുന്നോട്ട് വെക്കുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള ആക്രമണം തുടർന്നാൽ ഒറ്റ ബന്ദികളെയും ജീവനോടെ വെച്ചേക്കില്ലെന്ന മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട്. ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസ് ഇതുവരെ സങ്കല്പിക്കാത്ത തരത്തിലുള്ള തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ഭീഷണിയും നെതന്യാഹു ഉയർത്തി. മുഴുവൻ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെ നരകം കാണിക്കുമെന്ന മുന്നറിയിപ്പാണ് ഡൊണാൾഡ് ട്രംപ് മുഴക്കിയിരിക്കുന്നത്. ഗാസയിലേക്ക് ആക്രമണം ആരംഭിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ അമേരിക്കയെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു. മധ്യസ്ഥന്മാരും പശ്ചിമേഷ്യയുടെ ചുമതലയുള്ള വൈറ്റ് ഹൌസ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഹമാസ് തള്ളിക്കളഞ്ഞുവെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്ന കാര്യം. ബന്ദികൾ മടങ്ങിയെത്തുന്നത് വരെ ഗാസയിൽ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഗാസയിലെ പ്രമുഖരായ പല ഹമാസ് നേതാക്കളും കൊല്ലപ്പെട്ടതായിട്ട്
നടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. പക്ഷേ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്ന ആവശ്യമായി ബന്ദികളുടെ കുടുംബാംഗങ്ങളും മുന്നോട്ട് വന്നിരുന്നു. 2023 ഒക്ടോബർ 7 ശേഷം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 48,000-ഓളം പേരാണ് മരണപ്പെട്ടത്. ബൈഡൻ അധികാരത്തിലിരിക്കെ നീതിന്യായ വിഭാഗം ഹമാസ് നേതാവായ യഹ്യ സിൻവറിനും മറ്റു മുതിർന്ന നേതാക്കൾക്കുമെതിരെ കുറ്റം ചുമത്തുന്ന നടപടിയായിരുന്നു കൈക്കൊണ്ടിരുന്നത്. എല്ലാ ബന്ദികളെയും വിട്ടയക്കണമെന്ന ഹമാസിന് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനുശേഷമാണ് ഈ സുപ്രധാനമായ നീക്കം നടന്നിരിക്കുന്നത്. ക്യാമ്പസുകളിൽ പാലസ്തീൻ അനുകൂല പ്രകടനങ്ങളിൽ പങ്കെടുത്ത വിദേശ വിദ്യാർത്ഥികൾക്കെതിരെ ദിവസങ്ങൾക്ക് മുമ്പ് നടപടിയുമായി സർക്കാരും രംഗത്ത് വരികയുണ്ടായി.